എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, അടൂർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് സേഫ്റ്റി ടാങ്കുകൾ ഏത് ഭാഗത്തൊക്കെ നമ്മൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭാഗത്തൊക്കെ നമുക്ക് നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഭൂമിയിൽ വീടിൻ്റെ സ്ഥാനം എവിടെ കാണാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഭൂമി നമുക്ക് ഉത്തമമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉത്തമമാണോ നോക്കുന്ന അടുത്ത ക്ഷേത്രങ്ങളെ, കാവുകളെ, അതുപോലെ തന്നെ അടുത്തുള്ള ഗ്രഹനിർമ്മാണങ്ങളെ, വഴികളെ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഭൂമി ഉത്തമമാണോ എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തമ ഭൂമിയിലാണ് നമ്മൾ സ്ഥാനം കാണുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭൂമി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഭൂമിയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഭൂമി നിരപ്പാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നിരപ്പാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഭൂമിയെ ചതുരവും ദീർഘചതുരവുമാക്കി മാറ്റുക എന്നതാണ്. അപ്പം ചതുരവും ദീർഘചതുരവുമായിട്ട് മാറ്റിയ ഭൂമിയിൽ ആണ് നമ്മൾ സ്ഥാനം കാണുന്നത്. അപ്പം നമുക്കത് ഉത്തമമായിട്ട് നിൽക്കുന്ന ഭൂമിയാണ്. നമ്മൾ പ്ലാന് നോക്കണം. പ്ലാൻ അനുസൃതമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്ലാനിനനുസൃതമായിട്ട് അത്രയും പ്ലാൻ നമ്മുടെ ഗ്രഹത്തിൽ ഉൾക്കൊള്ളുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്കവിടെ സ്ഥാനം കാണാം. അപ്പോൾ നമ്മൾ സ്ഥാനം കാണുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട റോഡുകൾ, അടുത്തുള്ള പുരയിടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ റോഡിൽ നിന്ന് നമുക്ക് എത്ര മീറ്റർ മാറ്റിയിട്ടാണ് ഗ്രഹം പണിയേണ്ടത്. അപ്പം ചെറിയ പ്ലോട്ടുകളൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 3 മീറ്റർ മാറ്റിയിട്ടാണ് നമ്മൾ ഗ്രഹം പണിയേണ്ടത്. അടുത്ത പുരയിടം കാണും, അത് 1 മീറ്റർ മാറ്റിയിട്ടാണ് നമ്മൾ ഗ്രഹം പണിയേണ്ടത്. അത് പഞ്ചായത്തിലൊക്കെ അല്ല മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചിലപ്പോൾ അത് 1.5 മീറ്റർ അകത്തോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ ഗ്രഹം പണിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു ഏകദേശ ധാരണ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് എത്രമാത്രം അകത്തോട്ട് മാറ്റി നമ്മുടെ പ്ലാനിനനുസൃതമായിട്ട് നമുക്ക് ആ ഗ്രഹം ആ ഭൂമിയിൽ നിർമ്മിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭൂമിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ചെറിയ ഭൂമിയായാലും വലിയ ഭൂമിയായാലും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭൂമിയുടെ മധ്യസൂത്രങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ മധ്യസൂത്രത്തിൽ നമ്മൾ മാക്സിമം നമ്മൾ നോക്കണം ഈശാന കോണിലോട്ടോ അല്ലെങ്കിൽ നിരുതി കോണം, എന്ന് വെച്ചാൽ മനുഷ്യഗണത്തിലോട്ടോ ദേവഗണത്തിലോട്ടോ ആ ഗ്രഹം നിൽക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് സ്ഥാനങ്ങൾ കാണാൻ. അപ്പോൾ അത് എങ്ങനെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നീളം വീതി ഉള്ള ഒരു ഗ്രഹമാണെന്ന് സങ്കല്പിക്കുക. നമുക്ക് 10 മീറ്റർ 12 മീറ്റർ നീളവും വീതിയും ഉള്ളൊരു പ്ലാനാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിത് സ്ഥാനം കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മധ്യസൂത്രം നമുക്ക് ഈശാന കോണിലോട്ട് മാറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വടക്ക് കിഴക്ക് എന്ന് വെച്ചാൽ മനുഷ്യഗണത്തിലോട്ട് മാറ്റിക്കൊണ്ടും ഗ്രഹം പണിയാം. അതല്ല എൻ്റെ മധ്യസൂത്രം നിരുതി കോണ് എന്ന് പറഞ്ഞാൽ ദേവഗണത്തിലോട്ട് മാറ്റിക്കൊണ്ടും നമുക്ക് ഗ്രഹം പണിയാം. അപ്പോൾ ഇത് നമ്മൾ എന്താണ് വേണ്ടത്, രണ്ടും നമുക്ക് ഉത്തമമാണ്. എന്താണ് വേണ്ടതെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ സ്ഥാനം കാണണം. അപ്പോൾ സ്ഥാനം കാണുമ്പോൾ നമ്മുടെ പ്ലാനിൽ വരച്ചത് ഗ്രഹം, അത് ഗ്രഹമധ്യസൂത്രം നമ്മൾ ഈ ഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുന്നത് നമുക്ക് ഉത്തമമായിട്ട് വരും. അങ്ങനെ വരുന്ന സ്ഥിതിയിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും പുറയിൽ നിന്നും വശങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് മിറ്റമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ആ അളവിൽ നമ്മൾ ഗ്രഹത്തിൻ്റെ ഒരു ലേഔട്ട് ഉണ്ടാക്കണം. അത് നമ്മളൊരു ചരടെന്തെങ്കിലും വലിച്ച് ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കുറ്റി അടിക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നീടാണ് കുറ്റി അടിച്ച് സെറ്റ് ഔട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടിയാൽ അവിടെ നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് ലഭിക്കും. ആ സ്ഥാനത്താണ് നമ്മൾ ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആ സ്ഥാനവുമായിട്ട് വെച്ച് നമ്മൾ നോക്കണം, അത് ഏതെങ്കിലും വഴി വരുന്ന ദോഷങ്ങളുണ്ടോ, അതല്ല ക്ഷേത്രം, കാവുകൾ, അടുത്ത പുരയിടങ്ങൾ, അടുത്ത് നിൽക്കുന്ന ഗ്രഹം, ഇതൊക്കെ നമുക്ക് ദോഷങ്ങളുണ്ടോ എന്ന് കണക്കാക്കിയിട്ട് അവിടെ നമുക്ക് ഉത്തമമായിട്ടുള്ള സ്ഥാനം കാണാം. അപ്പോൾ ഇത് സ്ഥാനം കണ്ടതിന് ശേഷമാണ് നമ്മൾ കുറ്റിയടിക്കുന്നതും കല്ലിടുന്നതും ഒക്കെ. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് എങ്ങനെ കുറ്റിയടിക്കാം, എങ്ങനെ കല്ലിടാം എന്നതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ഥാനം കണ്ട് നമ്മൾ ഭൂമി ലെവലാക്കി സ്ഥാനം കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗ്രഹനിർമ്മാണത്തിന് ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അനുസൃതമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് കുറ്റി അടിക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നിർത്തുന്നു.